സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് കൊൽക്കത്തയിൽ PG ഡോക്ടർ റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവത്തെ തുടർന്ന് വലിയ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നിരുന്നു. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർക്ക് സുരക്ഷിതമായ ജോലി സാഹചര്യമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഉയർന്നു. സുപ്രീം കോടതി അതിൽ ഇടപെട്ടു. സുപ്രീം കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വിവിധ വശങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ഡ്യൂട്ടി സമയം, ഈ പറയുന്ന PG ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയം എങ്ങനെയാണ്, അവർക്ക് ഈ ഡ്യൂട്ടി സമയത്തിനിടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ സൗകര്യങ്ങളുണ്ടോ, രോഗികളെ കൗൺസിൽ ചെയ്യാൻ ആവശ്യമായ സഹായമുണ്ടോ, CCTV ക്യാമറ സംവിധാനങ്ങളുണ്ടോ, അതിന് കൺട്രോൾ യൂണിറ്റ് ഉണ്ടോ, മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷാ സംവിധാനം എങ്ങനെയൊക്കെയാണ്, 24 hour സുരക്ഷാ ഡ്യൂട്ടിക്ക് അവിടെ ആളുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കൊൽക്കത്തയിലാണ് ഇത് നടന്നതെങ്കിലും നമ്മൾക്കിവിടെ കേരളത്തിലും ഡോക്ടർമാർക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ അത്ര അപൂർവമല്ല. കേരളത്തിൽ തന്നെ കൊല്ലത്ത് ഒരു പോലീസ് പിടിച്ചുകൊണ്ടുവന്ന ആരോപണ വിധേയനായൊരു വ്യക്തി ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പലതും നമ്മളുടെ വാർത്തയായി നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുമുണ്ട്. കേരള ഗവൺമെൻറ് മെഡിക്കൽ PG അസോസിയേഷൻ്റെ കാലിക്കറ്റ് ചാപ്റ്ററിൻ്റെ ഭാരവാഹി കൂടിയായ ഡോക്ടർ അഭിറാം S നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ഇൻസൈറ്റിൽ. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ കൊൽക്കത്തയിലെ സംഭവം പറയുമ്പോൾ അതിലാദ്യം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 36 മണിക്കൂറുള്ള ഡ്യൂട്ടി, അത് കഴിഞ്ഞിട്ടാണ് ആ പെൺകുട്ടി ഉറങ്ങാൻ പോയത്, 31 വയസ്സുള്ള ആ പെൺകുട്ടി ഉറങ്ങാൻ പോയത് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഒരു സെമിനാർ ഹാളിൽ. ഇത് ഈ കൊൽക്കത്ത മെഡിക്കൽ കോളേജ്, ബംഗാളിലെ ആരോഗ്യ സംവിധാനത്തിലെ അപര്യാപ്തതകളെക്കുറിച്ചൊക്കെ അതിനെ തുടർന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ ആരോഗ്യ സംവിധാനം വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് കൊൽക്കത്തയിലുള്ള ആളുകൾ നമ്മളോട് കഴിഞ്ഞ ഇൻസൈറ്റിൽ രാജഗോപാൽ, ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ അറ്റ് ലാർജായ രാജഗോപാൽ പറയുകയും ചെയ്തിരുന്നു. ഇത് ഈ ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയം, പ്രത്യേകിച്ച് ഈ ജൂനിയർ ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് ഈ 36 മണിക്കൂർ എന്നൊക്കെ ഉള്ളത് കേരളത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണോ? ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്ടിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് ഹെക്ടിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ടാവും. അതല്ലാതെ കമ്പാരിറ്റീവ്ലി കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ടാവും. അപ്പം ഹെക്ടിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻലി ഇപ്പം നമ്മൾ പറയാറ് മെഡിസിൻ, സർജറി, ഓർത്തോപീഡിക്സ് ആൻഡ് OB ഗൈനക് വിഭാഗങ്ങളാണ് നമ്മൾ യൂഷ്വലി പറയാറ്. അപ്പം ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്രയും അധികം പേഷ്യൻസിനെ കേറ്റർ ചെയ്യുന്നത് കൊണ്ട് ചില സിറ്റുവേഷൻസിൽ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഡ്യൂട്ടി അവേഴ്സ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് പോസിബിൾ. ലൈക്ക് എപ്പോഴും ഒരു ഡോക്ടർ ആകുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ഇതാണ് എൻ്റെ ഡ്യൂട്ടി അവർ എന്ന് പറയാനുള്ള ആ ഒരു ഇത്രയും ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയാനുള്ള ഒരു റെസ്ട്രിക്ഷൻ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് പല എത്തിക്കൽ ഡൈലമയാണ് ആ ഒരു ഏരിയ എന്ന് പറയണത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഞാൻ ഹൗസ് സർജനായപ്പോൾ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിൽ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, ഇതൊരു പ്രശ്നമാണ്. ഈ പറഞ്ഞ ഒരു ഡയലമ ഒരു പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 8 മണിക്കൂറേ ഡ്യൂട്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ 10 മണിക്കൂറേ ഡ്യൂട്ടി പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുന്നൊരു ജോലിയല്ല. എപ്പോൾ റിക്വയർമെൻ്റ് ഉണ്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കോഴിക്കോടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേഷ്യൻസ്, നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ കൂടുതൽ പേഷ്യൻസ് വരാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കേസുകൾ വരുന്ന സ്ഥലവുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് ഡ്യൂട്ടി അവേഴ്സ് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ ഒരു ക്വാളിറ്റി ഓഫ് വർക്കിനെ ബാധിക്കില്ലേ? ബാധിക്കും. പലപ്പോഴും ലൈക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ലൈക്ക് നമ്മളിപ്പോൾ ഗ്രോസ് ആയിട്ടുള്ള മെഡിക്കൽ എറേഴ്സും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും മെഡിക്കൽ കോളേജിന് ആസ് ഓഫ് നൗ ലൈക്ക് അങ്ങനെ എവിഡൻ്റ് ആയിട്ട് കാണാത്തതിൻ്റെ ഒരു മെയിൻ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ഇത്രയും ഡ്യൂട്ടി അവേഴ്സ് എടുത്തു പോകുന്നത് പലപ്പോഴും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഒരൊറ്റയ്ക്കായിരിക്കില്ല ഒരു യൂണിറ്റിൽ ഉണ്ടാവുക. എനിക്ക് എൻ്റേതായിട്ടുള്ള ജൂനിയേഴ്സ് ഉണ്ടാവും, എൻ്റേതായിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാവും, ബാക്കി കൊളീഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഒരു ലോങ് ഷിഫ്റ്റ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും കുറച്ച് ബ്രേക്ക് എടുക്കാനുള്ളൊരു സ്കോപ്പ്, അങ്ങനെ ലൈക്ക് അതർ പേഴ്സൺ നമ്മുടെ ഡ്യൂട്ടിയും കൂടി കവർ ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കുക. ഐഡിയൽ ആയിട്ടുള്ളൊരു വർക്ക് എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഇതല്ല. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം
പലപ്പോഴും നമ്മളെ ഇപ്പോഴും ഇത്ര അണ്ടർ സ്റ്റാഫ്ഡ് ആയതുകൊണ്ടും നമ്മുടെ വർക്ക് കണ്ടീഷൻസ് ഇത്ര ഹെക്ടിക് ആയതുകൊണ്ടും ആണ് ഇപ്പം MBBS ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത്, ഇപ്പം ഒരു MBBS കയറുന്ന ഒരു കുട്ടി, എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടുവേർഡ്സ് ഹൗസ് സർജൻസി, അതായത് ഒരു 4th ഇയർ ഒക്കെ ആവുമ്പോഴേക്കായിരുന്നു ഈ ഒരു പ്ലാബ് ചെയ്ത് അബ്രോഡ് പോവുക, ഈ USML ചെയ്ത് US പോവുക എന്നൊക്കെയുള്ള സംഭവം കുറച്ചും കൂടി ഞാനൊക്കെ കേട്ട് തുടങ്ങിയിരുന്നത്. ബട്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അവർക്ക് എല്ലാത്തിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഫേസ് വിത്ത് എ ക്വസ്റ്റ്യൻ വെദർ ടു സ്റ്റേ ഇൻ ഇന്ത്യ ഓർ ഗോ അബ്രോഡ്. എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ പേ ആണ്, ബെറ്റർ വർക്ക് കണ്ടീഷൻസ് ആണ്, ബാക്കിയുള്ള എല്ലാ രീതിയിലും ബെറ്റർ ആണ്, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും വൺസ് ദേ ഗെറ്റ് ഇൻ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓവർ പോപ്പുലേഷനാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഇത്രയും ഒരു പോപ്പുലേഷനെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ നിൽക്കുന്നവർ പലപ്പോഴും പല അറ്റാച്ച്മെൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ നാടിനോടുള്ളൊരു സ്നേഹം വെച്ചൊക്കെ നിൽക്കുന്നവരൊക്കെയാണ് മെയിൻലി ഉണ്ടാവുക. അപ്പം ഇവിടെ നിൽക്കുന്ന ഡോക്ടർമാരെന്ന് പറയുന്നത് ചൂസ് ചെയ്തിട്ട് നിൽക്കുന്നവർ തന്നെയാണ്. ലൈക്ക് പുറത്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ടും ഇവിടെ തന്നെ നിൽക്കുന്നവരാണ്. ലൈക്ക് പുറത്തേക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്, നല്ലോണം അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നവർക്ക് ഒരു ബെറ്റർ ലൈഫ് കൊടുക്കേണ്ടതാണ് ടെക്നിക്കലി. ബെറ്റർ ലൈഫ് ഇൻ ദ ടൈംസ്, അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂട്ടി ടൈം റെഗുലേറ്റ് ചെയ്യുക, നമ്പർ ഓഫ് പേഷ്യൻസിനെ കാറ്റർ ചെയ്യേണ്ട നമ്പർ ഓഫ് പേഷ്യൻസിനെ വെച്ചിട്ട് അതിന് ആനുപാതികമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവുക, അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാവുക. ഇതാണല്ലോ പ്രധാനമായിട്ടും വേണ്ടത്. ഇപ്പോൾ ഉള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റർ ചെയ്യേണ്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അവരൊരിക്കലും ഇപ്പോൾ ഉള്ള സ്റ്റാഫ് സ്ട്രെങ്ത് കൊണ്ട് കാറ്റർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം നമ്മളുടെ ഗവൺമെൻറ് സിസ്റ്റം എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? പലപ്പോഴും എനിക്കിപ്പം പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ എത്തുന്നൊരു ടേഴ്സറി ഹെൽത്ത് കെയർ സെൻ്റർ ആണല്ലോ മെഡിക്കൽ കോളേജ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തുന്ന പല കേസസും ടേഴ്സറി സെൻറ്ററിൽ മാനേജ് ചെയ്യേണ്ടാത്ത കേസസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലത്തുനിന്നും വരുന്ന റെഫറൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PHCയിലോ അല്ലെങ്കിൽ ഒരു ജനറൽ ഹോസ്പിറ്റലിലോ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ അവർ വിത്തൗട്ട് ലൈക്ക് അവർ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടെന്നുള്ളതാവും ഒരു പക്ഷേ. പിന്നെ അവർക്ക് അതിനുള്ള കണ്ടീഷൻസ് ഇല്ലാന്ന് വെക്കുന്നതായിരിക്കാം. ബട്ട് കോമ്പറ്റൻ്റ് ആണെങ്കിൽ അവർക്ക് തന്നെ അവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന പല കേസസും ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് വരുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു റെഫറൽ കേസസ് ഒക്കെ വരുമ്പോൾ നമ്മുടെയും മെയിൻ അജണ്ട എന്ന് പറയുമ്പോൾ ഒരു റെഫറൽ കേസ് വന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി വിചാരിക്കുക ഒരു സിക്കായിട്ടുള്ള പേഷ്യൻ്റെ പെരിഫറലിയും നമുക്കത്ര മാനേജ് ചെയ്യാൻ പറ്റാത്തത് അവരിങ്ങോട്ട് റെഫർ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ വെക്കുക. അപ്പോൾ ബട്ട് മെനി ടൈം ഇതായിരിക്കില്ല ഒരു ഒറിജിനൽ ആയിട്ടുള്ളൊരു സംഭവം. ലൈക്ക് അവർ മേ ബി പുറത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. ബട്ട് ദെൻ അഗെയിൻ നമ്മൾ വരുമ്പോൾ നമ്മുടെ അറ്റൻഷൻ ഇവരിലേക്കും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു റെഫേർഡ് ആയിട്ടുള്ള ഒരു കേസ് വന്നാൽ അതിന് നമ്മൾ ലൈക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ട്രയാജ് ചെയ്യുമ്പം ആ പേഷ്യൻ്റ് കുറച്ച് സിക്കാന്ന് വെച്ചാൽ നമ്മൾ അവരെ ആദ്യം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഓൾറെഡി സിക്കായിട്ടുള്ള വേറൊരു പേഷ്യൻ്റ് നമുക്ക് കെയർ കൊടുക്കാൻ അത്ര ടൈം കിട്ടില്ല. അപ്പോൾ ഒരു റെഫറൽ സിസ്റ്റം കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക, ആ ഒരു രീതിയിലൊക്കെയാണ് ശരിക്കും പോകേണ്ടത്. അതായത് ഈ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഹെൽത്ത് കെയറിനെ കുറിച്ച് അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിനെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നൊരു സംവിധാനമാണ് താഴെ തട്ട് മുതൽ. ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ അല്ലെങ്കിൽ PHCകൾ, ഇതൊക്കെ നമ്മളുടെ ഒരു ഭയങ്കര അല്ല, ദേ ഡൂയിങ് ദർ ജോബ് വെരി ബ്രില്യൻ്റ്ലി കേട്ടോ. ഇല്ലാന്നല്ല, ലൈക്ക് ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വാക്സിനേഷൻ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാം ആണെങ്കിലും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടില്ല. DHS ഞാൻ ഇപ്പം എൻ്റെ DRP പ്രകാരം ലൈക്ക് ഞങ്ങൾക്കൊരു ഡിസ്ട്രിക്ട് റൂറൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വി ആർ സപ്പോസ് ടു വർക്ക് ഇൻ എ പെരിഫറി ഹോസ്പിറ്റൽ ഫോർ എ പീരീഡ് ഓഫ് 3 months. അപ്പോൾ ഒരു 3 months പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് യു ടെൻ ടു ലൈക്ക് മനസ്സിലാവും ലൈക്ക് അവരുടെ സിസ്റ്റം എങ്ങനെയാണ്. ബട്ട് അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ന ഏരിയയിൽ ഇത്ര ആൾക്കാരുണ്ട്. ലൈക്ക് ആ ഒരു ഗ്രൗണ്ട് റൂട്ട് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ അതെനിക്കറിയാം. കാരണം ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ചെലവൂരാണ്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. അവിടെ ഒരു PHC ഉണ്ട്. ആ PHC ആയിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു റെഗുലർ ബേസിസ് അവിടുത്തെ ഒരാൾ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും അവിടെ ഒരു ഫീവർ റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അലേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റം അവിടെ ഉണ്ട്. ആ സിസ്റ്റം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഈ റെഫറിങ് എന്ന് പറയുന്നത് റെഫറൽ
കേസസ്, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിക്കാന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ടീം ഇത് റെഗുലേഷൻ പലപ്പോഴും ഈ ഒരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യാന്ന് പറയുന്നത് ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. അന്ന് അവിടെ ഓൺ കോൾ ഡ്യൂട്ടി ഉള്ള ആരാണ്, അന്ന് അവിടെയുള്ള സിസ്റ്റം, ലൈക്ക് ഇപ്പോൾ ഒരു സർജിക്കൽ കേസ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അവിടെ ഒരു പേഷ്യൻ്റ് വന്നു, അപ്പോൾ പല സ്ഥലങ്ങളിലും അനസ്തറ്റിസ്റ്റ് ചിലപ്പം ഫുൾ ടൈം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പം ഡ്യൂട്ടി ഡോക്ടർ ലീവ് എടുത്ത് പോയ ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാം. ഐ എം നോട്ട് ജസ്റ്റ് അബൌട്ട് PHC, ഹെൽത്ത് കെയർ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും എല്ലാ സ്ഥലത്തും ഉണ്ടാവാം. പിന്നെ അവർക്ക് പലപ്പോഴും ഇപ്പം ഞാനിപ്പോൾ OBGയിൽ വർക്ക് ചെയ്യണേ, അപ്പോൾ ഒരു NICU ഫെസിലിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഇപ്പം ബേബിക്ക് ഐ മീൻ ഇഫ് ദ മദർ വോൺസ് പെട്ടെന്നൊരു CS ഒക്കെ വേണമെങ്കിൽ ബേബീൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യാം. അങ്ങനെ പല കേസസിൽ ഇതാക്കാം. ദാറ്റ്സ് ഓൾസോ ഒരു ഗ്രേ ഏരിയ ആണ്. അപ്പം വെൻ ടു റെഫർ ആൻഡ് വെൻ ടു നോട്ട് റെഫർ എന്നുള്ളത് ഒരു ക്ലിനിഷ്യൻ ആ കാണുന്ന ഒരു ഡോക്ടറുടെ അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ലൈക്ക് കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസ്, ലൈക്ക് ഇപ്പം ബീച്ചിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഞാനിപ്പോൾ OBG ആയതുകൊണ്ട് എനിക്ക് കുറേ എൻ്റെ നോളജ് വിൽ ബി റിഗാർഡിങ് OBG. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ OBG ഇപ്പം ഗൈനക്കിൽ പണ്ട് ലൈക്ക് ഒരു വെൻ ഐ ഡിഡ് മൈ ഹൗസ് സർജൻസി ഹിയർ അറൗണ്ട് ഒരു 1500+ ഡെലിവറീസ് എല്ലാ മാസവും ഉണ്ടാവുമായിരുന്നു. ദാറ്റ് ഈസ് ലൈക്ക് ഒരു ഷിഫ്റ്റിൽ തന്നെ ഞങ്ങൾ ലേബർ റൂമിൽ പോകുന്ന സമയത്ത് ഒരു 30 to 40 ഡെലിവറീസ് ഒരു ദിവസം നടക്കാറുണ്ടായിരുന്നു. ബട്ട് ദെൻ അഗെയിൻ അതിനുശേഷം WNC കോഴിക്കോട് വന്നു. WNC കോഴിക്കോട് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയി, ബീച്ചിലും കുറച്ച് ഡെലിവറീസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ചുറ്റുവട്ടിലുള്ള കുറച്ചും കൂടി ഹോസ്പിറ്റൽസ് ഒക്കെ ഡെവലപ്ഡ് ആയി വന്നപ്പം ഇപ്പം അറൗണ്ട് ഒരു 800 to 900 ഡെലിവറീസ് പെർ മന്ത് എന്നുള്ള രീതിയിലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. ആൻഡ് ഈ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ലൈക്ക് കറക്റ്റായിട്ട് ഇപ്പം അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പുറത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസസ് അവർ പുറത്തുനിന്ന് മാനേജ് ചെയ്യുമ്പം നമ്മളടുത്തേക്ക് വരുന്ന കേസസ് നാച്ചുറലി ഇപ്പം നമ്മുടെ ഏറ്റവും സീനിയർ ഡോക്ടർമാരും ഒരു ഗ്രൂപ്പ് ഇപ്പം ചിലപ്പോൾ ഒരു സർജൻ വേണ്ടി വന്നേക്കാം, പീഡിയാട്രിക് സർജൻ വേണ്ടി വന്നേക്കാം, എല്ലാവരും കൂടി ടീമായിട്ടൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു മെഡിക്കൽ കോളേജ് സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ടീം വേണ്ട കേസസ്, ബാക്കി ഹൈ റിസ്ക് ആയിട്ടുള്ള കേസസ്, ഇങ്ങനത്തെ കേസസിനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം പോലെ പുറത്തുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം കുറച്ചും കൂടി ഡെവലപ്പ് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിലോട് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചോദിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ ഈ സുരക്ഷാ വീഴ്ച ഒരു വല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു സെമിനാർ ഹാളിൽ ഉറങ്ങാൻ പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആ കുട്ടി ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ മാത്രം ഉള്ളൊരു സിറ്റുവേഷനാണ് എന്ന് കരുതാൻ പറ്റില്ല. അപ്പം നമ്മളുടെ കാഴ്ചയുടെ മുമ്പിലുള്ള പല മെഡിക്കൽ കോളേജുകളും എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ പറയുന്ന സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതണം. ഇപ്പോൾ നിങ്ങളുടെ അറിവിൽ, ഇപ്പോൾ നിങ്ങളുടെ അസോസിയേഷൻ്റെ അറിവ് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കുറേ കൂടെ ബെറ്റർ സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ, അതോ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ കേരളത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ബട്ട് ദെൻ അഗൈൻ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നുള്ളൊരു ആൻസറിലേക്ക് തന്നെ ഞാൻ വരേണ്ടി വരും. ഇപ്പം ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഈ ഒരു സ്കെയിലിൽ അല്ലെങ്കിലും പലതും ഇപ്പം ഇതിപ്പം ലൈക്ക് ഇപ്പോൾ കൊൽക്കത്ത കേസിനെ പറ്റി കുറച്ചും കൂടി ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമാണ് അത്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഐ ഡോണ്ട് നോ ലൈക്ക് ഇപ്പം അതിലെ അതോറിറ്റീസും എല്ലാവരും ഇൻവോൾവ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടെങ്കിലും അവിടെ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇതാണ്. ബട്ട് ഇൻ ജനറൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതർ സ്റ്റേറ്റ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ ആയിരിക്കും. ബട്ട് ദെൻ അഗെയിൻ ഇവിടെയും കുറച്ച് ലാപ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. മെയിൻലി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങളുടെ ജസ്റ്റ് മുമ്പത്തെ ഒരു PG അസോസിയേഷനിൽ ഞങ്ങളുടെ ഒരു ഫീമെയിൽ റെസിഡൻറ്റ് ഒരു ഫാമിലി മെഡിസിനിലൊരു ഇതായിരുന്നു. അപ്പം ഒരു പേഷ്യൻറ്റിൻ്റെ ബെഡ് പൊട്ടിപ്പോയി. ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു മദർ ഒരു ഫീമെയിൽ പേഷ്യൻ്റ് കിടന്നുകൊണ്ടിരുന്ന ഒരു ബെഡ് എന്തോ ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നതുകൊണ്ടോ എന്തോ ആയതുകൊണ്ടായി, ചിലപ്പോൾ മൂവ് ചെയ്തോ എന്തോ ആയപ്പം ജസ്റ്റ് എന്തോ ഒരു ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തോ, അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് താഴെ വീഴാൻ പോയി.
അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവളുടെ പേഷ്യൻ്റ് ആയിരുന്നില്ല, ഈ കുട്ടിയുടെ പേഷ്യൻ്റ് ആയിരുന്നില്ല, ഈ കുട്ടി അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ആ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ആ കുട്ടിയുടെ മകനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മകൻ ഇനീഷ്യൽ നമ്മളിപ്പോൾ സ്റ്റേജസ് ഓഫ് ഗ്രീഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിൽ പഠിക്കും. അപ്പം ഇനീഷ്യലി വരുന്ന ആ ഒരു ഇതിൽ ആങ്കറുടെ ഒരു പുറത്ത് ആള് ജസ്റ്റ് ഒന്നും ഇതായില്ല, ബട്ട് ആൾ വെർബലി എന്തോ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ഫിസിക്കലി ലൈക്ക് ഒരു പ്രൊവോക്കിംഗ് അറ്റാക്കിംഗ് ഒരു സ്റ്റാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ നടന്നിരുന്നു ഒരു 1.5 years ago. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് ഈ ഒരു വന്ദനാദാസിൻ്റെ ഒരു ഇഷ്യൂ കൂടി വന്നിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഞങ്ങൾ സാറിനെ കണ്ടിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചെക്സും ബാക്കി ലൈക്ക് നമ്മൾ ഹോസ്പിറ്റലിലെ എല്ലാ മുമ്പത്തെ PG ഹോസ്പിറ്റലിലെ ഏകദേശം എല്ലാ ഫാക്കൽറ്റീസിനെല്ലാം ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ കുറേ ചേഞ്ചസ് വരുത്തിയിരുന്നു. അതായത് വെച്ചാൽ സെക്യൂരിറ്റി പേഴ്സണൽസിൻ്റെ എണ്ണം കൂട്ടി, സെക്യൂരിറ്റി പേഴ്സണൽസ് തന്നെ വരുന്നവർ കുറച്ചും കൂടി യങ്ങർ ഏജ് ആയിരിക്കണം, ലൈക്ക് അവർ കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ട് ആൾക്കാർക്ക് ലൈക്ക് കുറച്ച് കമാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പ്രോപ്പർലി ഫങ്ഷനിങ് ആണ്. നമ്മൾ ബട്ട് ദെൻ അഗെയിൻ ദർ ആർ എ ലോട്ട് ഓഫ് അതർ ഇഷ്യൂസ് ഓൾസോ. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവം പ്രിൻസിപ്പലിന് ഫോർവേഡ് ചെയ്തിരുന്നു. സൂപ്രൻസിനെല്ലാം പ്രിൻസിപ്പലും അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആസ് ഓഫ് നൗ അവർ എല്ലാ കോളേജസിലും എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു സ്പെഷ്യലൈസ് ടീമായിട്ട് വന്നിട്ട് എവിടേക്കാണ് സെക്യൂരിറ്റി ലാബ്സസ്, എവിടേക്കാണ് റെസ്റ്റ് റൂംസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിറ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ടോൾഡ് us that necessary requirements will be ഈ ഇതിൽ പറഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ റെസ്റ്റ് റൂംസ്, അതുപോലെ പേഷ്യൻസിനെ വെച്ചാൽ പേഷ്യൻസിൻ്റെ കൂടെയുള്ള ആളുകളെയും കൗൺസിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ടോ? ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ പല സ്ഥലത്തും നമുക്കിപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് എല്ലാ വാർഡ്സിലും ഒരു കൗൺസിലിംഗ് റൂം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇല്ല എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് വരേണ്ടി വരും. ദെൻ അഗെയിൻ ലൈക്ക് എൻ്റെ നോളജ് ചിലപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ചുരുങ്ങുന്നതായിരിക്കാം, ബട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കമ്പാരിറ്റീവ്ലി ഏകദേശം എല്ലാ വാർഡ്സിലും പോസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു വാർഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാ വാർഡ്സിലും ഇൻഡിവിജ്വലായിട്ട് റെസിഡൻസിന് കിടക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബട്ട് ദെൻ അഗെയിൻ ഈ കൗൺസിലിംഗ് റൂംസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനിയും സ്കോപ്പ് ഉണ്ട് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള രീതിയിൽ തോന്നുന്നു. റൈറ്റ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഈ പേഷ്യൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അവിടുത്തെ ഡിമാൻഡ്, ഇതിൻ്റെ ഒരു വലിപ്പം കുറേ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ആയിരിക്കും മറ്റു മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ. അപ്പോൾ ഈ ഡിമാൻഡ് ഇത്രയും ആവശ്യമുണ്ട് ഇവിടെ എന്നുള്ള ഒരു കാര്യം കുറേ കാലമായിട്ട് എല്ലാവർക്കും അറിയാം. അത് കണക്കാക്കിയിട്ടുള്ളൊരു പ്ലാനിങ് സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ഗവൺമെൻറ് സിസ്റ്റങ്ങൾ പോയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഇത്ര റെസ്റ്റ് റൂംസ്, ഇത്ര ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് റെസ്റ്റ് റൂം ആവശ്യമാണ്, ആ റെസ്റ്റ് റൂംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ട സംവിധാനങ്ങളുണ്ടാകും. ഇതേക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ മുമ്പുണ്ടായിട്ടുണ്ടോ? അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങോടുകൂടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? സർ, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൽ മെയിൻലി ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്പർ ഓഫ് റെസിഡൻസിൻ്റെ സീറ്റ്സ് എന്ന് പറയുന്ന പലപ്പോഴും ഓരോ വർഷങ്ങളിലേക്ക് കുറച്ച് സമയങ്ങൾ കൂടുമ്പം ഇങ്ങനെ കൂട്ടിയൊക്കെ കൊണ്ടുവരുന്ന സമയം അതിനനുസരിച്ച് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ളതും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാക്ക് ഓഫ് റൂംസും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട്. അതിലോട്ടെല്ലാം അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അടുത്തൊരു മീറ്റിംഗ് നടന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്തിട്ട് സാറിൻ്റെ അടുത്ത് വേണ്ടി പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ഡെഫിനറ്റ് പ്ലാനായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചെസ്റ്റ് ഹോസ്പിറ്റൽ, അങ്ങനെ പല ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെയൊന്നും അങ്ങനത്തെ ഒരു പ്ലാൻ തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ പല സ്ഥലത്താണെങ്കിലും ഹൗസ് സർജൻസിനും PGസിനും കൂടി ഐ മീൻ യൂഷ്വലി പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഒരു ഹൗസ് സർജൻ വിൽ ബി ഓൺ കോൾ, ഒരു PG വിൽ ബി ഓൺ കോൾ, രണ്ടുപേരുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് ടെക്നിക്കലി സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് റൂംസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷ്റൂംസ് ഇങ്ങനത്തെ അവൈലബിലിറ്റി ഒക്കെ ശരിക്കും എൻഷുർ ചെയ്യേണ്ടതാണ്. ഇത് പല സ്ഥലത്തും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. അതുപോലെ ഇപ്പം ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ഒരു വലിയ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് പഠിക്കാൻ. എന്താണ് ഫെസിലിറ്റീസ് ഉള്ളത്, അതിൻ്റെ കുറവ് എത്രയാണ്, എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പഠിക്കാൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം
പ്രൈവസിയെ ലംഘിക്കാത്ത വിധത്തിൽ ക്യാമറ, ക്ലോസ് സർക്യൂട്ട് ക്യാമറാസ് വേണം, അതിന് കൺട്രോൾ യൂണിറ്റ് വേണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഇപ്പം തന്നെ അതുണ്ടോ, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുടെ കുറവുണ്ടോ, എന്താ സ്ഥിതി? CCTVs പറ്റി പറയുകയാണെങ്കിൽ സാർ, NMCHലും PMSSY ബ്ലോക്കിലും IMCH ഇങ്ങനത്തെ 3 സൂപ്പർ സ്പെഷ്യാലിറ്റി ഇങ്ങനത്തെ 3 സ്ഥലത്താണ് ഉള്ളത് മെയിൻലി. അപ്പം നമ്പർ ഓഫ് CCTVs IMCHലാണെങ്കിലും കുറവാണ്. ലൈക്ക് ഉള്ളത് കുറേ എണ്ണം വർക്കിംഗ് ആണ്, കുറച്ചെണ്ണം വർക്കിംഗ് അല്ല. PMSSYലാണെങ്കിലും കുറച്ച് ലൈക്ക് അതാണ് ഏറ്റവും പുതിയതായിട്ട് വന്ന കാഷ്വാലിറ്റി ബ്ലോക്ക്. അവിടെ ആണെങ്കിലും ക്യാമറാസ് ഉണ്ട്, അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള അവർക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യാനുള്ളത്. അതായത് ഇപ്പോൾ പ്രിൻസിപ്പളുടെ റൂമിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ കൺട്രോൾ റൂംസ് സൂപ്പറിൻ്റെ റൂമിൽ നിന്നാണെങ്കിലും എല്ലാം നിരീക്ഷിക്കാൻ പറ്റുന്ന സിസ്റ്റം എല്ലാം കംപ്ലീറ്റ്ലി ഇൻ എക്സിസ്റ്റൻസ് ആണ്. ജസ്റ്റ് ദാറ്റ് ദ നമ്പർ ഓഫ് CCTVs നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൈന കാഷ്വാലിറ്റിയുടെ പുറത്തായിട്ട് ഒരു CCTV ക്യാമറ ഇല്ല. അപ്പം ലൈക്ക് ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാർ എന്തായാലും ലൈക്ക് ഇപ്പം IMCHലേക്ക് ലാസ്റ്റ് മീറ്റിംഗ് കൂടിയപ്പോഴത്തേക്ക് ഒരു 30 CCTV ക്യാമറാസ് കൂടി പാസ്സാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് ദെൻ അഗെയിൻ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ടൈം ടു ലൈക്ക് ദേ കാൺ ബൈ ഓൾ ഓഫ് എ സഡൻ. അങ്ങനെ മേടിക്കാൻ പറ്റില്ല, കുറച്ച് സമയത്ത് തന്നെ മേടിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനും ഒരു ട്രയാജിങ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും നെസസറി ആയിട്ട് തോന്നുന്ന സ്ഥലത്ത് ആദ്യം ക്യാമറാസ് വെക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ. ഈ മെഡിക്കൽ കോളേജ് ഇപ്പോൾ അതിപ്പോൾ കോഴിക്കോടാണെങ്കിലും മറ്റു മെഡിക്കൽ കോളേജ് ഒരു വലിയ ക്യാമ്പസ് ആണല്ലോ, ചെറിയ ക്യാമ്പസ് അല്ല, വലിയ ക്യാമ്പസ് ആണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾ പല ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വേണ്ടത്ര സുരക്ഷിതത്വമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിനെപ്പറ്റിയാണ് സാർ എനിക്ക് പറയാനുള്ളത്. ലൈക്ക് നമ്മളൊരു ക്ലോസ്ഡ് ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരുന്നു. ലൈക്ക് ഞാൻ UG ആയിരുന്നപ്പോഴേ കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവൂര് സൈഡിലൂടെ വരികയാണെങ്കിലും കാളാണ്ടിത്താഴം സൈഡിലൂടെ വരികയാണെങ്കിലും നമുക്കിപ്പം പ്രസൻ്റ്ലി നമ്മുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്കുള്ളത് അൺറെഗുലേറ്റഡ് ആയിട്ട് നമ്മുടെ ഹോസ്റ്റൽ സ്ഥലത്തേക്കും ബാക്കിയുള്ള സ്ഥലത്തേക്കും വരാൻ പറ്റും ആസ് ഓഫ് നൗ നമുക്ക് വരാൻ പറ്റും. ആൻഡ് നമ്മുടെ ഗോൾഡൻ ജൂബിലി ഗേറ്റ് ആണെങ്കിലും ആ വഴിയും നമുക്ക് രാത്രി കുഴപ്പമില്ലാണ്ട് തന്നെ രീതിയിൽ പോകാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു സിസ്റ്റം നമ്മളൊന്ന് രാത്രി തൊട്ട് റെഗുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിൽ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രോസ് കൺസൾട്ടേഷൻസ് പോകുന്നതും ബാക്കിയുള്ള എല്ലാം ഇപ്പം നൈറ്റിൽ PGs പോകുന്നതാണെങ്കിലും എല്ലാം ഈ ഒരു റൂട്ടിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് ക്യാമ്പസ് എന്ന് പറയുന്ന സംഭവം നമുക്കൊന്ന് പോസിബിൾ ആക്കുകയാണെങ്കിൽ ഇപ്പം നൈറ്റ് ടൈമിലെയും ബാക്കിയുള്ള സമയത്തെയും നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് കുറച്ചും കൂടി സേഫറാക്കി എല്ലാ സ്ഥലത്തും CCTV ക്യാമറ ഇപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുന്ന റിട്രോസ്പെക്റ്റീവ് എവിഡൻസിന് മാത്രമാണ്. ലൈക്ക് അതിപ്പോൾ ആക്റ്റീവ്ലി നോക്കിയിട്ട് നമ്മൾ ഒരാൾക്ക് പ്രശ്നം ഉണ്ടെന്നുള്ള അതിനെക്കാട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് കാരണം ആൾക്കാർക്ക് പേടി ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലൊരു ആ ഒരു കൺസെപ്റ്റിലല്ലേ CCTV. അപ്പോൾ അത് വെക്കുന്നതുകൊണ്ട് കൊണ്ടത്ര ലൈക്ക് അതിനെക്കാട്ടും കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയ ഒരു ക്ലോസ് ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ നൈറ്റ് രാത്രി ഒരു അത്യാവശ്യത്തിന് ഒരു PG ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരേണ്ടി വരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊരു പ്രോബ്ലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ക്യാമ്പസ് അല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്കും എപ്പോഴും യാത്ര ചെയ്യാവും പോകാനും പറ്റുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അതൊരു പ്രോബ്ലമാണ്. സെക്യൂരിറ്റീസ് ഉണ്ട്, ബട്ട് ദെൻ അഗെയിൻ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ID കാർഡ് ചോദിച്ചിട്ട് ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ആരാണ് ഉള്ളിലോട്ട് കയറുന്നത് എന്ന് ചോദിച്ച് ഉള്ളിലോട്ട് കയറ്റുന്ന ഒരു സിസ്റ്റം ഇപ്പം നിലവിലില്ല. അപ്പം അങ്ങനെയാകുമ്പം ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ ഒരു ഫീമെയിൽ PGക്ക് നമ്മുടെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് വരണമെങ്കിൽ നാച്ചുറലി ദേ ഹാവ് ടു കം ത്രൂ ഒരു പബ്ലിക് അല്ല പെർസെ പബ്ലിക് അല്ല, ബട്ട് ദെൻ അഗെയിൻ ആർക്കും ആക്സസ് ഉള്ള ഒരു റോഡിലൂടെ തന്നെ അവർ വരേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം കേരള ഗവൺമെൻറ് ഒരു സ്പേസ് ഓഡിറ്റ് പറഞ്ഞിരുന്നു. അതായത് എല്ലാ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിലും ഒരു സ്പേസ് ഓഡിറ്റ് നടത്തി എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഈ സ്പേസ് ഓഡിറ്റിലൂടെ ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ സ്പേസ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് വരുമോ?
വരും. ഇത് ഈവൻ ബിയോണ്ട് ദാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കോളേജ് ലെവലിലാണെങ്കിൽ നമ്മൾ തന്നെ ഈ സംഭവങ്ങളെല്ലാം സാർ ലൈക്ക് പ്രിൻസിപ്പലിൻ്റെ അടുത്തും ബാക്കിയുള്ള അതോറിറ്റീസിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സാർ ഇപ്പം ആസ് ഓഫ് വാട്ട് സാർ ഹാസ് ടോൾഡ് us പ്രസൻ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ ജൂബിലി ഗേറ്റ് അവിടെ ആക്ച്വൽ ആയിട്ടുള്ളൊരു ഗേറ്റ് will come into existence and അവിടെ ഒരു 2 സെക്യൂരിറ്റി പേഴ്സണലിനെയും കൂടി അപ്പോയിന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ID കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും ഇനി പെർമിറ്റഡ് ആയിട്ട് ഉണ്ടാവുക. അതായത് വെച്ചാൽ ഹോസ്പിറ്റൽ സ്റ്റാഫും PGസും സ്റ്റുഡൻസും ആരാണെങ്കിലും, ബട്ട് ദെൻ അഗെയിൻ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ അവർ ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ID കാർഡ് എടുത്ത് പോകണം എന്നുള്ളൊരു, ബട്ട് ദെൻ അഗെയിൻ നമുക്ക് 2 സൈഡിൽ നിന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാറ് പറഞ്ഞ ID കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി സിസ്റ്റവും ബാക്കിയുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു കാളണ്ടിത്താഴം അവിടെ ആ ഒരു വഴിയുള്ള അത് ക്ലോസ് ചെയ്യാനുള്ള നീക്കങ്ങളും തുടങ്ങി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഇത് ലൈക്ക് ഇത് എത്രത്തോളം ഫാസ്റ്റായി ചെയ്യുക അതാണ് എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. നമുക്ക് ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ സമരം ചെയ്യാന്ന് പറയുമ്പോൾ, ഡോക്ടർമാരുടെ സമരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എത്തിക്കൽ ഡൈലേമയാണ്. പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ അടുത്ത ഒരു എലീറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഫുൾ ടൈം സെർവ് ചെയ്യാൻ വേണ്ടി ഏത് കണ്ടീഷൻസിലും വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണെന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ളൊരു ചെറിയൊരു ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും നമ്മളെ ഡ്യൂട്ടിയിൽ നിന്ന് നമ്മളിപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വന്ദനാദാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഈ ഒരു കൊൽക്കത്ത റേപ്പ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ഒരു ദിവസം നമ്മൾ സമരം തന്നെ നടത്തിയിരുന്നു. ഒരു നൈറ്റും പിന്നെ ഒരു 2 days സമരവും നടത്തിയിരുന്നു. ആ സമരത്തിന് നമ്മളൊരു വലിയ പ്രൊട്ടസ്റ്റിൻ്റെ ആയിരുന്നു. ഓവർ 800 ആയിട്ടുള്ള ആൾക്കാർ വന്നിരുന്നു. ആൻഡ് വി ഹെൽഡ് പ്രൊട്ടസ്റ്റ് റാലി. നമ്മൾ കോളേജ് ഇതൊക്കെ ഫുള്ള് റൗണ്ട് അബൌട്ട് അടിച്ച് നടന്നിരുന്നു. അപ്പം നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ ഓട്ടോയിൽ പോയൊരു ചേട്ടൻ എൻ്റെ ഒരു കോപ്പീജിൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങളിപ്പോൾ എന്തിനാണ് സമരം ചെയ്യണത്, നിങ്ങൾക്ക് എങ്ങനെ OP ബഹിഷ്കരിക്കാൻ പറ്റുക, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് നമ്മളാണെങ്കിൽ പോലും നമ്മൾ ആരും തന്നെ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ PGI പ്രസിഡന്റ് ആയിരുന്നു. ലൈക്ക് ഐ വാസ് ദ വൺ ലൈക്ക് ഈ റാലിയുടെ ഒക്കെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് എൻ്റെ ഒരു മൈൻഡിൻ്റെ ഒരു ചെറിയൊരു സൈഡിൽ എൻ്റെ വാർഡിൽ എൻ്റെ പേഷ്യൻസിന് എന്തായെന്നുള്ളൊരു കൺസേൺ എൻ്റെ മനസ്സിലുണ്ട്. സിസ്റ്റേഴ്സ് എന്നെയും വിളിച്ച് ചോദിച്ചിരുന്നു, ലൈക്ക് അവരെന്നെ വിളിച്ചും കാര്യങ്ങൾ ചോദിക്കുക. ലൈക്ക് it's not that we want to strike, it's not that we want the public to suffer. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. ബട്ട് സംതിങ് ആൻഡ് പബ്ലിക് ഇത് ഏറ്റെടുക്കാൻ വളരെ ലേറ്റ് ആയിരുന്നു. ലൈക്ക് എൻ്റെ ഒരു ജനറൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നിർഭയ പോലത്തെ അല്ലെങ്കിൽ അതിലും ദാരുണമായിട്ടുള്ളൊരു മരണമായിരുന്നു ഇതുണ്ടായിരുന്നത്. ബട്ട് ദെൻ അഗെയിൻ അങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ഡോക്ടറുടെ പ്രശ്നം ഒരു ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിയിൽ നടന്നൊരു പ്രശ്നമാണ് എന്നുള്ളത്, അല്ലാണ്ട് അതൊരു പബ്ലിക് ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു പ്രശ്നമായി ഇത് മോറോവർ ഷീ വാസ് എ വുമൺ ഹു വാസ് ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് മർഡേഡ് ഇൻ ഹർ വർക്ക് പ്ലേസ്. അപ്പോൾ ആ ഒരു രീതിയിലെങ്കിലും പബ്ലിക്കെല്ലാം ഞങ്ങളുടെ ഒരു സമരത്തിൻ്റെയും മെയിനായിട്ടുള്ള ഇത് അതുതന്നെയായിരുന്നു, പബ്ലിക്കിലേക്ക് കുറച്ചും കൂടി ഇത് എത്തിക്കണം. ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ലൈക്ക് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ജനറലായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഡോക്ടേഴ്സിനെതിരെ എന്ത് ക്രൈം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും ലൈക്ക് എൻ്റെ നോൺ മെഡിക്കോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് തന്നെ ലൈക്ക് അവർക്കൊന്നും അത് ഞങ്ങളുടെ മാത്രം ഡോക്ടേഴ്സിൻ്റെ മാത്രം പ്രശ്നം, അത് അതിൽ സോർട്ട് ഇറ്റ് ഔട്ട്, അത് അവരെ ബാധിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു ആ ഒരു ഇതുണ്ട്. ബട്ട് വി ആർ ഓൾസോ പീപ്പിൾ, വി നീഡ് ദ സേഫ് വർക്ക് എൻവയൺമെൻറ്റ്. ആ ഒരു കൺസിഡറേഷൻ നമുക്കും വേണം. ദാറ്റ് വാസ് തിങ്. ഓക്കെ, ഈ ലാസ്റ്റായിട്ട് ഞാൻ ആദ്യം ചോദിച്ച കാര്യത്തിൽ തന്നെ ഒരു ക്ലാരിറ്റിക്ക് ചോദിച്ചിട്ട്, ഇപ്പോൾ ഈ സിസ്റ്റം അതായത് നമ്മളുടെ കേരളത്തിലുള്ള ഈ സിസ്റ്റം കുറെ കൂടെ ബെറ്ററാണ്, കുറെ കൂടെ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ ബെറ്ററാണ്. പക്ഷേ ഇത് കുറേയും കൂടെ സേഫറായും കുറേയും കൂടെ ആളുകൾക്ക് ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നതായിട്ട് മാറ്റണമെങ്കിൽ അതിന് പാകത്തിലുള്ള ഒരു ചിന്തയും അതിന് പാകത്തിലുള്ള ഒരു പ്ലാനിങ്ങും കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു ആലോചനയും അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിലും ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ നടക്കുന്നുണ്ടോ? അത് അത്തരം ചിന്തകളുണ്ടോ? പലപ്പോഴും സാർ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ ചിന്തിക്കേണ്ട ഒരു ലൈക്ക് നമുക്ക് പലപ്പോഴും റെസ്ട്രിക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് ഇതൊരു സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലൊക്കെ എടുക്കേണ്ട ഒരു ഡിസിഷൻസ് ആണ്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി ഇപ്പം PGസിൻ്റെ ലൈക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ്സും അസോസിയേറ്റ്സും കുറവാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിൻ്റെ സീറ്റ് കൂട്ടണം. അതേപോലെ തന്നെ
അസോസിയേറ്റ്സ് അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് അങ്ങനത്തെ ആൾക്കാരുടെ സീറ്റ് കൂട്ടണം. അല്ലെങ്കിൽ NHM വഴി അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സ്കീം അങ്ങനത്തെ എന്തെങ്കിലും വഴി കൂടുതൽ NIJRസിനെയോ ബാക്കിയുള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അങ്ങനത്തെ മിറ്റിഗേറ്റ് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ പുറത്തെ ഹോസ്പിറ്റൽസ് കുറച്ചും കൂടി ലൈക്ക് പെരിഫറൽ ഹെൽത്ത് കെയർ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള പേഷ്യൻ്റ് ലോഡൊന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഇത് പലപ്പോഴും ഒരു ഹോസ്പിറ്റൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ലെവലിൽ നിന്ന് നമുക്ക് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ഹയർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന ഒരു അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ഹയർ അതോറിറ്റീസ് പലപ്പോഴും ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇതൊരു ഡിസ്കഷന് വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ആലോചനകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ കോളേജുള്ള ആവശ്യത്തിന് അധ്യാപകരില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. ഈ മെഡിക്കൽ കൗൺസിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരെ വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് തൽക്കാലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ പറ്റിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് മെച്ചപ്പെട്ടതായിരിക്കെ തന്നെ ഇതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാണല്ലോ നമ്മൾ വേണ്ടത്. കുറേ കൂടി മെച്ചപ്പെടുത്തിയ അവസ്ഥയിലേക്ക് പോകാണല്ലോ നമുക്ക് വേണ്ടത്. ആ പാകത്തിലുള്ളൊരു ആലോചന നമ്മളുടെ ഈ ഹയർ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട് സർ. പല 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 ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ഒരു ഇതായിരിക്കും. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് സിസ്റ്റം റൺ ചെയ്ത് പോകുന്നുണ്ട്. PGസും ഡോക്ടേഴ്സും ലൈക്ക് ഡോക്ടർ കമ്മ്യൂണിറ്റി ലൈക്ക് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ സമരം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്കും നമ്മളൊരു എമർജൻസി സർവീസസും കൂടി കട്ട് ചെയ്തൊരു സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞങ്ങളെ എത്തിക്കലിയും കുറച്ച് നമ്മുടെ തന്നെ ഡൈലമയിലാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ലൈക്ക് നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ച് മേടിക്കാൻ ഉള്ളതൊന്നാണല്ലോ സമരം. അപ്പം പല ഘട്ടങ്ങളിലും നമ്മൾ സമരം ചെയ്യുന്നതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സമരം ചെയ്യാനുള്ള ലിമിറ്റേഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതോറിറ്റീസിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ പിടിച്ചു മേടിക്കാനും അവരുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് വേണ്ട സംഭവങ്ങൾ വേണ്ട രീതി ഇതൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം എനിക്കിപ്പം നമ്മളിപ്പം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അപ്പാരൻ്റ് എഫക്റ്റ് പബ്ലിക് ഹെൽത്ത് കെയറിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഒരു ആവശ്യമാണ് ഡോക്ടേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ഇറ്റ്സ് നോട്ട് ഫോർ എസ് ലൈക്ക് ഞാൻ ആ ഒരു എലിറ്റിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പറയല്ല, അങ്ങനെയല്ല. അല്ല, ഡെഫിനറ്റ്ലി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഡോക്ടർമാർ പ്രോപ്പറായിട്ടൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് പേഷ്യൻസായിട്ട് വരുന്ന ആളുകളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് പാകത്തിനുള്ള ആലോചനകളാണ് ഉണ്ടാവേണ്ടത്. റൈറ്റ്. അതാണ് നമ്മൾ കൊൽക്കത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല കുറെ കൂടെ മെച്ചപ്പെട്ടതാണ്. നമ്മളുടെ മെഡിക്കൽ കോളേജുകളാണെങ്കിലും സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ കുറെ കൂടെ ഭേദപ്പെട്ടതാണ്. പക്ഷേ അവിടെയും ലൂപ്പ് ഹോൾസ് ഉണ്ട്, അവിടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്. കുറെ കൂടെ ഗൗരവമായ ആലോചനകളും ആ ആലോചനകളെ തുടർന്ന് കൊടുക്കുന്ന തീരുമാനങ്ങളുടെ സമയബന്ധിതമായ നടപ്പാക്കലും ആ സംവിധാനം അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യർ അവർ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.